ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ബാറൂക്കിൻ്റെ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ഇപ്രകാരം നമ്മോട് പറയുന്നു: കർത്താവിൽ നിന്നകലാൻ മനസ്സ് കാണിച്ചതിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ തിരിച്ചു വന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവിൻ. കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ തിരിച്ചു വന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവിൻ. എത്ര മഹത്തായ കാര്യമാണ് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നത്. കർത്താവിൽ നിന്ന് അകലാൻ ഞാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? ഞാൻ എത്രമാത്രം കർത്താവിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്? ദൈവ തിരുമുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുക. ഈ ലോകത്തിൻ്റെ പലതിൻ്റെയും പിന്നാലെ ഞാൻ ഓടിയപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാതെ ഈ ലോകത്തിലുള്ള പല പ്രപഞ്ച ശക്തികളെയും വിശ്വസിച്ചുകൊണ്ട് പല വ്യക്തികളുടെയും പിന്നാലെ ഞാൻ ഓടിയപ്പോൾ, പല തഴക്കദോഷങ്ങൾക്കും അടിമപ്പെട്ട് ഞാൻ ദൈവത്തിൽ നിന്നകന്നപ്പോൾ, പാപവാസനകൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ട് ഞാൻ ദൈവത്തിൽ നിന്നകന്നപ്പോൾ, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയല്ലേ ചെയ്തത് എന്ന് ദൈവ തിരുമുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യുക. അതുകൊണ്ട് ബാറൂക്ക് പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, കർത്താവിൽ നിന്ന് അകലാൻ മനസ്സ് കാണിച്ചതിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ തിരിച്ചു വന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കർത്താവിൽ നിന്ന് അകലാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ എൻ്റെ നിരാശാപരമായ ജീവിതം ഞാൻ കർത്താവിൽ നിന്ന് അകലുകയല്ലായിരുന്നു. ഈ ലോകത്തിൻ്റെ സുഖേച്ഛകൾക്ക് അടിമപ്പെട്ട് ഞാൻ മുമ്പോട്ട് നീങ്ങിയപ്പോൾ കർത്താവിൽ നിന്ന് ഞാൻ അകലുകയല്ലായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും മനസ്സിലാക്കാതെ അതനുസരിച്ചൊരു ജീവിതം ക്രമീകരിക്കാതെ ഞാൻ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് അകലുകയല്ലായിരുന്നു. ഈ ലോകത്തിലെ സമ്പത്ത്, സൗഭാഗ്യം വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ഞാൻ ദൈവത്തെ വിട്ട് ഓടിയപ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് അകലുകയല്ലായിരുന്നു. ഇവിടെ ദൈവമായ കർത്താവ് പറയുന്നു, കർത്താവിൽ നിന്ന് അകലാൻ മനസ്സ് കാണിച്ചതിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ തിരിച്ചു വന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവിൻ. 1 കിലോമീറ്റർ സ്പീഡിലാണ് കർത്താവിൽ നിന്ന് അകന്നതെങ്കിൽ 10 കിലോമീറ്റർ സ്പീഡിൽ തിരിച്ചു വരണം. ഒരു മനുഷ്യൻ്റെ തിരിച്ചു വരവ് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പാത്രമായി മാറും. അത് ധൂർത്തപുത്രൻ്റെ ജീവിതവും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ധൂർത്തപുത്രൻ പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൻ അനുഗ്രഹം പ്രാപിച്ചു. അതുപോലെ ദൈവ തിരുസന്നിധിയിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ, ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത് സാധ്യമാകുമെന്ന് വിചാരിക്കാതെ പോയ സകല കാര്യങ്ങളും, അസാധ്യമായി എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പലതിനെയും ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സാധ്യമാകുമെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് വിശ്വസിക്കാം. കർത്താവിൽ നിന്നകലാൻ മനസ്സ് വെച്ചതിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ മടങ്ങി വന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവായ ദൈവമേ, അങ്ങിൽ നിന്നും അകന്നുപോയതിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ മടങ്ങി വന്ന് അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുവാൻ, അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സുണ്ടാകുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.